വീഡിയോകളുടെ കമൻസ് ആയിട്ടും മെസ്സേജസ് ആയിട്ടും ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ചോദിക്കുന്ന റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാറ്ററി ഹെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഐഫോൺ 15 പ്രോയിലും മറ്റ് ഡിവൈസുകളിലും നിലവിലുള്ള ബാറ്ററി ഹെൽത്ത്, അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബാറ്ററി ഹെൽത്ത് ഡീഗ്രേഡ് ആകുന്നു അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയാനുള്ള പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൾ ഡിവൈസ് അല്ലെങ്കിൽ ഐഫോൺ എന്ന് മാത്രമല്ല, നിങ്ങൾ ഏത് സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ ലിഥിയം അയോൺ എന്ന് പറയുന്ന ബാറ്ററി ടെക്നോളജി ഉപയോഗിക്കുന്ന ഏത് കാര്യം എടുത്ത് നോക്കിക്കോളുക. ഈവൻ നമുക്കറിയാം ഇപ്പം ഇറങ്ങുന്ന ഇലക്ട്രിക് വെഹിക്കിളിൽ ഈ ഒരു കാറുകളിലും ഉപയോഗിക്കുന്ന സെയിം ലിഥിയം അയോൺ ടെക്നോളജി തന്നെയാണ്. ഇപ്പം ആൻഡ്രോയിഡ് യൂസേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും അവരുടെ ഒന്നും ഡിവൈസിൽ ഈ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ കൊടുക്കാത്ത കൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ബാറ്ററി ഹെൽത്ത് കുറഞ്ഞോ കൂടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതായത് ഐഫോണിൽ എങ്ങനെയാണോ ബാറ്ററി ഹെൽത്ത് കുറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസുകളും ബാറ്ററി ഹെൽത്ത് കുറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലിഥിയം അയോൺ ടെക്നോളജി അല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററി വരുന്ന ഏത് കാര്യമാണെങ്കിലും ഗ്രാജുവലി അല്ലെങ്കിൽ ടൈംലി അത് ഏജ് ആകും അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് ഇത് ഡീഗ്രേഡ് ആകും എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഇനി ഈ പറഞ്ഞ കെമിക്കൽ ഏജിങ് പ്രോസസ്സ് അല്ല, ഇതെങ്ങനെയാണ് ഡിവൈസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ എടുത്തു, കമ്പാരിറ്റീവ്ലി ബാറ്ററിയുടെ കപ്പാസിറ്റി എപ്പോഴും കൂടുതൽ ആൻഡ്രോയിഡ് ഡിവൈസുകളായിരിക്കും ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതിന് നമ്മളൊരു 5000 mAh ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു ഏജിങ് അല്ലെങ്കിൽ ഡിഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ ഈ 5000 mAh എന്നുള്ളത് അത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടാകാം ഈ ഒരു ഡിഗ്രഡേഷൻ സംഭവിക്കുന്നെങ്കിൽ അതൊരു 4600 mAh അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4000 mAhലേക്ക് ഇങ്ങനെ കുറഞ്ഞ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് ഈ ഒരു കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് 2 വർഷമൊക്കെ കഴിയുമ്പം ഡിവൈസിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്തായാലും നമ്മൾ 2-2.5 വർഷം ആകുമ്പം ഡിവൈസിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഈ റീപ്ലേസ് ചെയ്യുന്ന ബാറ്ററിയുടെ പ്രൈസ് ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ ഡിവൈസുകളും മോഡലുകളും അനുസരിച്ച് അറിയാൻ സാധിച്ചിടത്തോളം 4500 to മുകളിലേക്കായിരിക്കും ഈ ഡിവൈസിൻ്റെ ബാറ്ററി പ്രൈസ് എന്ന് പറയുന്നത്, ഒറിജിനൽ ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി ആപ്പിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലിഥിയം അയൺ ബാറ്ററി എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്നും അതിൻ്റെ ഡിഗ്രഡേഷനും ലോങ്ജാവിറ്റിയും അതോടൊപ്പം അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊടുത്തേക്കുന്നതാണ് ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ റീസെൻ്റ്ലി ആണ് ഐഫോൺ 15 പ്രോ അല്ലെങ്കിൽ 15 സീരീസിൽ മാത്രമേ ആപ്പിൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഡിവൈസുകളിലൊക്കെ നിസ്സാരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്, പക്ഷേ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഈ സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ ഡിവൈസ് ഒരു പ്രത്യേക പെർസെൻറ്റേജ് വരെ ചാർജ് ആക്കി അതിനുശേഷം അത് നമ്മൾ വീണ്ടും നമ്മൾ ചാർജ് ചെയ്ത് അതേ സെയിം പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു സൈക്കിൾ കൗണ്ടായിട്ട്. ഇനി ഇവിടെ 15 സീരീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 15 ലൈനപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് യൂസേഴ്സിന് കുറഞ്ഞു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പം എനിക്ക് ഈ ഒരു 259 സൈക്കിൾസ് കൊണ്ടാണ് എനിക്ക് 95% ആയത് കഴിഞ്ഞ 7 മാസത്തെ യൂസേജ് കൊണ്ട്. എന്നാൽ പല യൂസേഴ്സിനും എനിക്ക് മെസ്സേജായിട്ടും കമൻസ് ആയിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു പല കമ്മ്യൂണിറ്റി പേജുകളിലും പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അതായത് വെറും 3-4 അല്ലെങ്കിൽ വെറും 2 മാസത്തെ യൂസേജ് കൊണ്ടൊക്കെ തന്നെ പല ആളുകളുടെയും ബാറ്ററി ഹെൽത്ത് 99, 97, 96% ആയിട്ടുണ്ട്. ഇതേ ഈ പറഞ്ഞ 15 സീരീസിലെ പല ഡിവൈസുകളും ഒരേ ഫോൺ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്ന 15 പ്രോ തന്നെ ആയിരിക്കും പല ആളുകൾക്കും. എന്നാൽ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് അയക്കുന്നത് പലർക്കും പല രീതിയിലാണ്. അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ് ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുണ്ടായേക്കുന്ന എന്തെങ്കിലും ഒരു ഡിഫറൻസ്. അതുകൊണ്ടാകാം പെട്ടെന്നൊരു ഡ്രോപ്പ് സംഭവിച്ചേക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ലോങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ബാറ്ററിയുടെയും ഇപ്പം നമ്പറിൽ മാക്സിമം കപ്പാസിറ്റി ചിലപ്പം 1-2 മാസം കൊണ്ട് പെട്ടെന്നൊരു 99 98% വന്നാലും നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ ഡിഫറൻസ് ഏകദേശം സിമിലർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് കുറച്ച് നാളത്തേക്ക് തന്നെ ഇപ്പം പെട്ടെന്ന് 1-2 മാസം യൂസേജ് കൊണ്ട് അത് 96%-ലോ അല്ലെങ്കിൽ 97%-ലേക്ക് വന്നാലും കുറച്ച് നാൾ തന്നെ ആ നമ്പർ അത് അങ്ങനെ തന്നെ നിൽക്കും. അതിനുശേഷം 4-5 മാസത്തിന് ശേഷമുള്ളതായിരിക്കും ആ നമ്പർ മാറത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് വരാം. പിന്നെ മറ്റു പല കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നീട് ആപ്പിളിൻ്റെ സൈഡിൽ ബാറ്ററിയെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രീവിയസ്ലി അതായത് 15 റിലീസ് ചെയ്യുന്നതിന് മുന്നേ വരെ ബാക്കിയുള്ള ഡിവൈസുകളിൽ 500 സൈക്കിൾസ് 500 ബാറ്ററി സൈക്കിൾ കൗണ്ട് കംപ്ലീറ്റ് ആക്കുന്ന ആ ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 85% ആയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു 80 അല്ലെങ്കിൽ 75% വരെയെങ്കിലും മിനിമം നിങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ബാറ്ററി ഹെൽത്ത് 75% വരെയൊക്കെ പോകുന്ന സ്ഥിതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം റീപ്ലേസ് ചെയ്താൽ മതി. വളരെ റീസെൻ്റ്ലി ആപ്പിൾ ആ ഒരു സൈറ്റ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതായത് 15 സീരീസ് റിലീസ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ആപ്പിൾ നടത്തിയ പല സ്റ്റഡീസിലൂടെയും 15 സീരീസ് മുതൽ
1000 ബാറ്ററി സൈക്കിൾസ് അല്ലെങ്കിൽ സൈക്കിൾ കൗണ്ട് കഴിയുന്ന അനുസരിച്ചേ ഉള്ളൂ 85% പോകത്തുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് ഐഫോൺ മോഡൽ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ബാറ്ററി ഹെൽത്ത് കുറയുക എന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു ഡെഗ്രഡേഷൻ അല്ലെങ്കിൽ ആ ബാറ്ററി ഹെൽത്ത് കുറയുന്നതിനെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻസൈറ്റ് ആൻഡ് സജഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. പിന്നെ ചാർജിങ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഞാനിവിടെ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ നമ്മളുടെ ടൈം അനുസരിച്ച് ആ ടൈമും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് 80% ലിമിറ്റാണ്. അപ്പം 80% വരെ ആവും. ചില കേസുകളിൽ ചിലപ്പോൾ നമ്മളൊന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ ചില കാരണങ്ങൾ കൊണ്ട് ഇത് 85%, 88% ഒക്കെ പോയെന്നിരിക്കാം. അത് ആപ്പിളിൻ്റെ സൈഡിൽ തന്നെ ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള മെയിൻ കൾപ്രിറ്റ് അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്നത് ഹീറ്റാണ്. മജോറിറ്റി ഓഫ് ദ ടൈം ഡിവൈസിൻ്റെ ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നതിൻ്റെ കാര്യം. ഫോൺ ഹീറ്റ് ആകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ഡിവൈസ് ഹീറ്റ് ആകുമ്പം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ചെയ്യുന്ന സമയത്തും. അപ്പോൾ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഡെയിലി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 3-in-1 ചാർജറാണ്. ഇതിൽ മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വയർലെസ് ചാർജറാണുള്ളത്. സോ ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും ഡിവൈസ് മിക്കപ്പോഴും തന്നെ ചാർജ് ചെയ്യാറുള്ളത്. സോ ഇതുപോലെ നമുക്ക് മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏത് വയർലെസ് ചാർജറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി വയർഡ് ചാർജറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ വയറായാലും വയർലെസ് ആയാലും ഹീറ്റ് ഉണ്ടാകും. ചില സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാകാം. 2, നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ, അതായത് ഇപ്പം iPhone 15 സീരീസ് ആണെങ്കിൽ നമുക്കറിയാം Type-C ആണ് ഉള്ളത്. Type-C കേബിൾ എല്ലാം തന്നെ, അതായത് ആൻഡ്രോയിഡിൻ്റെ അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണുന്നൊക്കെ Type-C കേബിൾ നമുക്ക് ചുമ്മാ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് Type-C 3.1 ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ USB 3.1 കേബിൾസ് യൂസ് ചെയ്യുക. കാരണം ഇതിനകത്തുള്ള പാറ്റേൺസിൽ വ്യത്യാസമുണ്ട്. സോ ഏതെങ്കിലും ഒരു USB-C കേബിൾ യൂസ് ചെയ്യുന്നതിന് പകരം ഒന്നെങ്കിൽ ഫോണിൻ്റെ കൂടത്തിൽ വന്ന കേബിൾ തന്നെ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും കേബിൾസ് Type-C കേബിൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്, നമ്മളുടെ നോർമൽ ഡിവൈസുകളുടെ കാര്യത്തിലാണെങ്കിലും ലൈറ്റ്നിങ് ആണെങ്കിലും ഇത് തന്നെയാണ്. ഒറിജിനൽ ലൈറ്റ്നിങ് കേബിൾ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള ലൈറ്റ്നിങ് കേബിൾസ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഫേക്ക് കേബിൾസ് യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡിവൈസ് പെട്ടെന്ന് തന്നെ ചൂടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് വയർലെസ് ചാർജേഴ്സിൻ്റെ കാര്യത്തിലും MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള വയർലെസ് ചാർജേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 3, പവർ ബാങ്ക്സ് ആണ്. അത്രയ്ക്കും അത്യാവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾ പവർ ബാങ്ക് യൂസ് ചെയ്യുക, അല്ലാത്ത പക്ഷം ഇത് ഒഴിവാക്കുക. കാരണം പവർ ബാങ്ക് യൂസ് ചെയ്യുമ്പോഴും ഡിവൈസ് ചൂടാകും, അതിലൂടെ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് 4, എപ്പോഴും ഈ സെറ്റിങ്സിനകത്ത് പോയിട്ട് ബാറ്ററിയുടെ ഓപ്ഷനിൽ കയറി നിങ്ങൾ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ആ സ്വഭാവം അത് തന്നെ കംപ്ലീറ്റ്ലി മാറ്റുക. അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. കാരണം മിക്ക ഇതുപോലുള്ള പ്രോബ്ലത്തിൻ്റെയും പുറകിലുള്ള റീസൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ ബാറ്ററി ഹെൽത്ത് സെറ്റിങ്സിനകത്ത് കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ബാറ്ററി ഹെൽത്ത് കുറയും എന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരുന്ന ഒരു സത്യമാണ്. സോ അത് എപ്പോൾ വേണേലും കുറയാം എന്നുള്ളതല്ല, ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ 2-2.5 വർഷത്തിനുള്ളിലേ ഉള്ളൂ ബാറ്ററി ഹെൽത്ത് ഈ പറഞ്ഞ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോകത്തുള്ളൂ. സോ ആ ഒരു ടൈം വരെ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കാതെ ഫോൺ യൂസ് ചെയ്യുക. പിന്നെ ബാറ്ററി എപ്പോഴാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ടൈം ആകുമ്പോൾ ഫോൺ തന്നെ നമ്മളോട് പറയും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ സമയമായി. അതിനുള്ള ഹിക്കപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് സ്വയമേ മനസ്സിലായിക്കോളും. സോ അതുവരെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഫോൺ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ളതും എല്ലാം തന്നെ ഫോണിൽ യൂസ് ചെയ്യുക. മാക്സിമം ഫോണിനെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ബാറ്ററി ഹെൽത്തിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.